ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ചെറിയൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നീട് അടുത്ത വീഡിയോസിലൊക്കെ ഏത് കോഴ്സാണെന്നൊക്കെ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ കോഴ്സിന് ഒരുപാട് സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പം വളരെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ആദ്യമായിട്ട് തന്നെ ഇത്രയും വലിയൊരു ഡ്രോയിങ് ബുക്കാണുള്ളത്. ഇത്രയും വലിയ ഡ്രോയിങ് ബുക്കിലൊക്കെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വരയ്ക്കാനൊക്കെ അറിയാം, നല്ലപോലെ വരയ്ക്കുന്നില്ല, എന്നാലും അത്യാവശ്യം വരയ്ക്കാനൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇതിലിനി വരയ്ക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഡ്രോയിങ് ബുക്കാണുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ളത് കളർ പെൻസിൽസ് ആണ്. ഇതിൽ 24 കളറുണ്ട് കേട്ടോ, 24 കളറുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വാങ്ങാൻ പറ്റും. ഞാൻ ഇപ്പോൾ 24 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്ത് കോഴ്സാണെന്നൊക്കെ പിടികിട്ടും. പിന്നെ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഒരു 5-6 സൈസിലുള്ള ബ്രഷാണ്. അതുപോലെ തന്നെ 2-3 സൈസിലുള്ള പെൻസിലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാർബൺ പേപ്പറാണുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യെല്ലോ കളറിലെ കാർബൺ പേപ്പറാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത് പോസ്റ്റർ കളറാണ്. പോസ്റ്റർ കളറ് ഞാനും നോക്കിയിട്ടില്ല ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന്. ഒന്ന് നോക്കാം. ഇത്രയും കളറാണുള്ളത്. നമ്മളെ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ പോലെ തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെയാ നോക്കട്ടെ. ഫാബ്രിക് പെയിന്റ് പോലെ തന്നെയാണുള്ളത്. കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു. അതിനേക്കാളും കുറച്ച് ലൂസാണ്. എനിക്ക് തോന്നുന്നു നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഇത് കളർ ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട്. അപ്പം ഇത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലൊരു കത്രിക. പിന്നെ അത് കഴിഞ്ഞിട്ട് കോമ്പസ് മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവുമല്ലോ. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ ഇത് കോമ്പസ് മാത്രമായിട്ട് വാങ്ങി. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എക്സ്ട്രാ കൂടുതൽ സാധനങ്ങളും അങ്ങനെ പെയിൻറ്റ് ഐറ്റംസൊക്കെ ഒരുപാട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഈ പെൻസിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് 24 ഷെയ്ഡ്സ് ആണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനൊരു പൗച്ചാണ്. ഈ ബ്രഷും പെൻസിലും അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ച്. പിന്നെ ഇത് പോപ്ലിൻ ക്ലോത്ത് എന്നാണ് ഇതിന് പറയുക. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്. ഈ പേരൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ കേൾക്കുന്നത്, പോപ്ലിൻ ക്ലോത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് കോഴ്സാണ് ചെയ്യുന്നതെന്നുള്ളത്. അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഉള്ളത് നീഡിലാണ്. പല സൈസിലുള്ള നീഡിൽസാണിത്. പിന്നെ നൂല് കോർക്കാനുള്ളൊരു സംഭവം കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ കൂടെ അല്ല, ഇത് വേറെ വാങ്ങിയതാണ്. അത് കൂടെ ഉള്ളത് തന്നെ വാങ്ങാൻ കിട്ടും, പക്ഷെ അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ വാങ്ങി. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ എല്ലാം ചിലർക്കൊക്കെ സെയിം സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു പാലറ്റാണ് വാങ്ങിയത്. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ അത് ബ്രഷൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പാലറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 4 ഷെയ്ഡുള്ള ത്രെഡാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് എംബ്രോയ്ഡറീൻ്റെ ത്രെഡാണ്. അപ്പോൾ ഇത് 4 കളറാണ് വാങ്ങിയത്. ഇതിനി ഒരുപാട് കളേഴ്സ് വാങ്ങണം കേട്ടോ എനിക്ക്. പിന്നെ ഇതിപ്പം ഞാൻ വാങ്ങിയതല്ല, ഇത് ഒരുപാട് കാലം മുന്നേ വാങ്ങിയതാണ്. കാരണം ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അന്ന് വാങ്ങിയ സംഭവമാണ്. അതിപ്പം നല്ലൊരു ഉപകാരത്തിലായി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇത് ഏത് കോഴ്സാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുമായിട്ടുള്ള ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അപ്പം ഇത് എംബ്രോയ്ഡറി ഫ്രെയിമാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറേ വർക്ക് ഇതിന് മുന്നേ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ റെഡി ആയിട്ടുള്ളൂ, എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി ഇൻഷാല്ലാ ഇതിൽ കുറേ വർക്കൊക്കെ ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഇതെന്താ ഞാൻ ഇതാക്കിയപ്പോൾ തന്നെ ഇടുന്നത്. ഫോണിൽ തന്നെ. ഇത് എംബ്രോയ്ഡറി ഫ്രെയിം ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിയതാണ്. അന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഷാല്ലാ ഇതിൽ കുറേ വർക്കുകളൊക്കെ ചെയ്യണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ പുതിയ കോഴ്സിലേക്ക് ആദ്യമായിട്ട് വാങ്ങിയത്. അപ്പം മറക്കണ്ട, ഞാൻ ഏത് കോഴ്സിനാണ് ചേർന്നെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇനിയും ഇതിനോടനുബന്ധിച്ചുള്ള പുതിയ വീഡിയോസുകളൊക്കെ അപ്പം ഇനിയും പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ലാ. അതുവരെ ബൈ.